മോഹൻലാലും ഞാനോടൊരു പടം അഭിനയിച്ചിട്ട് 10 കൊല്ലമായി. ഇപ്പോഴാണ് തുടരും ചെയ്യുന്നത്. തിരുവനന്തപുരം ലോബിയാണെങ്കിൽ പുള്ളി പറയാത്തെന്താണ്, പറയാത്തെന്താണ്. അല്ലെങ്കിൽ മമ്മൂട്ടിയായിട്ട് ഞാൻ അഭിനയിച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 കൊല്ലമായി. അവർ എന്ന് വിളിക്കുന്ന ഫ്രണ്ടാണ്. അപ്പോൾ ലോബിങ് എന്നുള്ള സംഭവമില്ല. അവനവന് മാർക്കറ്റുണ്ടോ അവരെ വിളിക്കും. ഇപ്പോൾ എൻ്റെ അച്ഛൻ പടം എടുക്കണമെങ്കിൽ അച്ഛൻ പറയും, നീ ഞാൻ ഈ മോഹൻലാലിനെ വെച്ചൊരു പടം എടുക്കും, അതിൻ്റെ പൈസ കിട്ടിയ നിനക്കല്ലേ, നിനക്കത് വെച്ച് എന്തും ചെയ്യില്ല, അതുകൊണ്ട് നീ മാറിയില്ലേ, നീ അത്രത്തോളം ആയില്ലേ, മാറിയേക്ക്. അപ്പോൾ മാർക്കറ്റിങ്ങുകൾ, ലോബിങ് എന്നുള്ള സംഭവമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് ഈ മട്ടാഞ്ചേരി അവിടെയൊക്കെ ഉള്ളവർക്ക് ഒരു ഗ്രൂപ്പുണ്ട്, കാര്യങ്ങളുണ്ട്, സംഭവമുണ്ട്. അത് അവർ സുഹൃത്തുക്കളൊക്കെ അവിടെ ഒന്നിച്ച് താമസിക്കുന്നവരായിരിക്കും. കഥ എഴുതുന്നവരും ക്യാമറാമാന്മാരും ആക്ടേഴ്സൊക്കെ ആ ഒരു ഏരിയയിലുള്ളതുണ്ട്. അന്ന് ട്രിവാൻഡ്രത്ത് ഞാൻ പറയുക ആദ്യത്തെ 3 ഹീറോസും ട്രിവാൻഡ്രമല്ലേ. മധു സാറായാലും നസീർ സാറായാലും സത്യം മാസ്റ്ററായാലും ഇവിടെ നിന്നല്ലേ വരുന്നത്. പിന്നെ ബെല്ലാൻഡ് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. ഉണ്ട്. ഞാനൊക്കെ ഈ പറഞ്ഞ പ്രിയൻ്റെ പടങ്ങളിലാണ് കൂടുതൽ അഭിനയിക്കുന്നത്. 10-30 ഏറ്റവും കൂടുതൽ പടം റെക്കോർഡ് എനിക്ക് ജോഷി സാറായിട്ട് 38 സിനിമ അഭിനയിച്ചിട്ടുണ്ട്. ജോഷി സാർ എറണാകുളമാണ്. പിന്നെ കാസ്റ്റ്, ജാതിയുടെ കാര്യം പറയും, എല്ലാവരും പറയും. MT വാസു എന്ന് പറയുന്ന ഒരാളാണ് മമ്മൂട്ടിയെ കൊണ്ടുവന്നത്, ഫാസിൽ എന്നുള്ള ഒരാളാണ് മോഹൻലാലിനെ കൊണ്ടുവന്നത്. അപ്പോൾ അത് പൊളിഞ്ഞില്ലേ, അതിലൊന്നും കാര്യമില്ല. ജാതി മതം ഒന്നും ഒരു പ്രശ്നമില്ല. ടാലൻ്റ് ഉള്ളവർ വിളിക്കും, അല്ലെങ്കിൽ പിന്നെ തീരെ ന്യൂസൻസ് ആയവരെ പുറന്തള്ളും. അതാണ് അങ്ങനെ. കിരീടം എന്നുള്ള പടത്തിൽ സേതുമാധവൻ്റെ അച്ഛനായിട്ട് കറക്റ്റ് തിലകൻ ചേട്ടൻ തന്നെയാണ്. അതിനപ്പുറം ഒരു കാസ്റ്റിംഗ് ഇല്ല. അതേസമയം നമ്മുടെ മറ്റേ മോഹൻലാൽ ക്യാരക്ടറായിട്ടൊക്കെ വരുന്നില്ലേ, ഇവിടെ എടുത്തില്ലേ സിബി മലയൻ്റെ പടം, നല്ല നിറയെ പാട്ടുകളൊക്കെ ഉള്ള ഹിസൈനസ് അബ്ദുള്ളല്ലേ തമ്പുരാൻ്റെ വേഷം നെടുമുടി വേണുവാണ് കറക്റ്റ്. ഞാനെടുത്ത ഈ പടം ഉണ്ടല്ലോ കണ്ണെഴുതി പൊട്ടുന്നുണ്ട്, അത് എൻ്റെ സുഹൃത്താണ്, ട്രിവാൻഡ്രമാണെന്ന് നെടുമുടി വേണു ഇടാൻ പറ്റില്ല. അത് തിലകൻ ചേട്ടൻ ചെയ്തേ പറ്റുള്ളൂ, നടേശ മുതലാളി, അതേ പറ്റത്തുള്ളൂ. തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ ഒരു പൊസിഷനിൽ എത്താൻ ഏറ്റവും സഹായിച്ചത് എന്താണ് താങ്കൾ? ഒരു ഫയർ ഉണ്ടായിരുന്നു, ആ ഫയറിലുപരി എന്താണ് ഒരു ഫാക്ടർ? അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുന്നത് ഇപ്പോൾ? അല്ല, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ഈ പറഞ്ഞ സ്ട്രഗിൾ ചെയ്തു. ഒരുപാട് സമയങ്ങളിൽ ഒരു ദിവസങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് നിന്ന് കരയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചിടത്ത് എത്തി. എൻ്റെ ആഗ്രഹം അങ്ങനെ ഈ കോടിയിൽ വാങ്ങിയത് സൂപ്പർ സ്റ്റാർ ആവണമെന്നുള്ള ഒരു സ്വഭാവ നടൻ. ഇതിനകത്ത് 50 കൊല്ലം നിൽക്കാൻ പറ്റിയത് ഭാഗ്യമല്ലേ. എൻ്റെ കൂടെ അഭിനയിച്ചവരും അമ്മ തുടങ്ങിയതിന് ശേഷം തന്നെ 100-120 പേര് മരിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെ സിനിമയിൽ വർക്ക് ചെയ്ത് തന്നെ 400ഓളം പേര് മരിച്ചു വരുന്നുണ്ട്, ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും. ഞാൻ ഒന്നുമില്ലെങ്കിലും ഈ പറഞ്ഞ ഒരു 50 കൊല്ലം പിടിച്ച് നിൽക്കാൻ പറ്റി. ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു. ഇത്രയും സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് എത്ര ഡയറക്ടേഴ്സ്, എത്ര ലൊക്കേഷൻ, എത്ര രാജ്യങ്ങൾ, എല്ലാം ഇതിനകത്തൂടെ നടന്നില്ലേ സംഭവങ്ങളെ. അപ്പോൾ അതൊക്കെ എനിക്ക് അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈശ്വരൻ്റെ കാര്യം പറയണം. പിന്നെ എനിക്ക് ഒരു സിംഗിൾ ചായ തന്ന കുട്ടിയെടുത്ത് പോലും നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. അവരെല്ലാം ഇതുണ്ടല്ലോ, അത് ഒരാളായിട്ടൊരു പറയാൻ പറ്റത്തില്ല. ഈ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നുപോയ ആളായതുകൊണ്ട് ഇപ്പം ഈ സിനിമ മോഹമായി നിൽക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ മുന്നിലുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ഫൈറ്റ് ചെയ്യണം, അത്രേ പറ്റും. ഇപ്പം ഞാൻ പറയാം, ഞാൻ മുമ്പ് പറയാറുള്ള കുട്ടികളടുത്തൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു മാങ്ങ നിൽക്കുന്നു, നമ്മുടെ മനസ്സിലൊരു ആഗ്രഹവും സ്വപ്നം വേണം മാങ്ങ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കല്ലെടുത്തെറിയും, അല്ലെങ്കിൽ തോട്ടിയിട്ട് പറിക്കും, അല്ലെങ്കിൽ മതിൽ കയറിയെന്ന് പറയും. ആഗ്രഹമുള്ളതുണ്ട്. ആഗ്രഹമില്ലാത്ത നടന്ന് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കും. ആഗ്രഹമുള്ളവൻ അത് കൈക്കലാക്കും. അപ്പം നമ്മുടെ മനസ്സിലൊരു അംബീഷൻ വേണം, അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണം, അല്ലെങ്കിൽ അതിനുള്ള വഴികൾ കണ്ടെത്തണം. എന്തായാലും എന്നെ സംബന്ധിച്ചോളം എനിക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു ഈ നേരത്തെ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വിഷൻ ഉണ്ടല്ലോ, അതുണ്ട് എനിക്ക്. എന്നെ സംബന്ധിച്ചുള്ള ഒരു എന്താ പറയുക, ഒരു സഹജീവികളോടത്തുള്ള സ്നേഹവും പെരുമാറ്റവും മാത്രമാണ് എൻ്റെ അഭിനയം അല്ലാത്തത്. അത് എൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് സംഭവം. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങളുടെ ദേഷ്യം വരും, നിങ്ങൾ എന്താ അങ്ങനെ ചോദിച്ചാൽ അത് എന്ന് ചോദിക്കുന്നത് അതെൻ്റെ ജെന്യൂനായിട്ടുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് എന്ത് പത്രക്കാർക്ക് തോന്നും, നിങ്ങളെ പേഴ്സണാലിറ്റി ഹർട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, അങ്ങനൊരു ഇതില്ല. എൻ്റെ വൈഫ് പറയും സംസാരിക്കുമ്പോൾ ഒന്ന് ചേട്ടാ സൂക്ഷിച്ചു എന്തിനിങ്ങനെ എന്നൊക്കെ പറയുന്നത്. ഞാൻ അയ്യോ അതൊക്കെ ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടില്ല, ഞാനില്ല. എന്താ പറയുക, ഡയറക്ഷന് വേണ്ട ഒരു കാര്യങ്ങളൊന്നും മെയിൻ ക്ഷമയാണ്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ മൈനസ് പോയിൻറ്റും എനിക്ക് കുറവുള്ളതും ക്ഷമയാണ് സംഭവം. ഞാൻ ഒരു ധൃതി വെപ്രാളത്തിൻ്റെയൊക്കെ ആളാണ്. ആകപ്പാടെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു, ഇപ്പോൾ ഇരുന്ന് ഇത്രയും നേരം. അതുപോലെ തിയേറ്ററിൽ സിനിമ കാണാൻ പോയാലിരിക്കും. എന്നാലും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു മറ്റു ഭാഷകളിലെ ഓഫറുകളെ കുറിച്ചുകൂടെ പറയാവുന്ന, മലയാളത്തിലല്ലാതെ മറ്റു ഭാഷകളിലെ താങ്കളുടെ ഒന്നുമില്ല. എന്നെ പൂവഴി വാസൽ എന്നൊരു പടം മാത്രമേ അഭിനയിച്ചുള്ളൂ. ഞാൻ തന്നെ അഭിനയിച്ച പൂവിന് പുതിയ പൂന്തന്നെ എന്നുള്ള ഫാസിലിൻ്റെ തമിഴ് പടം സത്യരാജൻ്റെയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ഈ മണിയൻപിള്ള അഥവാ മണിയൻപിള്ള അല്ലാതെ, അതല്ലാതെ എന്ന് ഞാൻ ചോദിക്കുന്നത് കാരണം അതുമായിട്ടാണ് താങ്കൾ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത്.
അതല്ലാതെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്വന്തം ക്യാരക്ടർ ഏതാണ്? ഏത് സിനിമയിലെ ക്യാരക്ടറാണ് ഇപ്പോൾ താങ്കൾ എന്നെ ഓർത്ത് രസിക്കുകയും ചിരിക്കുകയും? എനിക്ക് ദീൻ തൈയുടെ തോമ്പിൽ ക്യാരക്ടർ എനിക്കിഷ്ടമാണ്. അക്കരെ എന്നൊരു നല്ല ക്യാരക്ടറാണ്. പിന്നെ ജയരാജ് ഡയറക്റ്റ് ചെയ്ത പടമുണ്ട്, ഞാനും ജയറാമും കൂടെ അഭിനയിച്ചത്. അതിലാണ് സീതാ കല്യാണം എന്നുള്ള പാട്ടൊക്കെ ഞാൻ പാടുന്ന സംഭവം ഇടുന്നത്. പേര് ഓർമ്മയുണ്ടോ? ഈ പഴയ താങ്കൾ ഈ കോളേജ് ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, കോളേജ് തീമായിട്ടുള്ള. ഇപ്പോൾ ഉള്ള അതുപോലുള്ള തീമിൽ സിനിമ ഇറങ്ങുന്നുണ്ട്. അപ്പം ആ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഇപ്പം ആളുകൾ എന്താ, യൂത്ത് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആസ് എ പ്രൊഡ്യൂസർ? അല്ല, ഇപ്പോൾ സംബന്ധിച്ച് ഇപ്പോൾ സിനിമ കാണുന്ന വലിയൊരു വിഭാഗം എന്ന് വെച്ചാൽ നമ്മൾ അവരെ പണ്ട് ഫാമിലി കയറിയാലേ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാത്തരം ആൾക്കാരും കയറിയ ഒരു പടമാണ് രാജമാണിക്യം. ലോ ക്ലാസ്സും കയറി, ഹൈ ക്ലാസ്സും കയറി, വയസ്സായാലും കയറി, കുട്ടികളും കയറി, എല്ലാവരും കയറി. അതുപോലെയാണ് ഇപ്പം തുടരുന്നുള്ള സിനിമയ്ക്ക് മതിക്കുന്നത്. എല്ലാത്തരം ആൾക്കാരും കാണുന്നുണ്ട് സംഭവം. ഞാൻ പറഞ്ഞില്ലേ, ചോദിച്ചത് ഈ കോളേജിൻ്റെ സബ്ജക്റ്റ് വരെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ 18 വയസ്സ് തൊട്ട് 48 വയസ്സുള്ളവരെ മറന്നുകൊണ്ട് സിനിമ എടുക്കാൻ പറ്റുന്നത്. ഞാൻ അഭിനയിച്ചൊരു കോളേജ് സബ്ജക്റ്റിലെ ഒന്നാണ് സർവകലാശാല. അത് വേണ്ട. അതുപോലെ ഇപ്പോൾ ഉള്ള അങ്ങനെ ഒരു സിനിമ അല്ല ഉണ്ട് കോളേജ് സബ്ജക്റ്റ്. ഇതിൻ്റെ ചിലവിൻ്റെ കാര്യം തന്നെ. ഇത്രയും സ്റ്റുഡൻസിനെ കൊണ്ടുവന്ന് അവർക്ക് പൈസ കൊടുത്ത് അവർ നിർത്തി ഇത്രയും ദിവസമുള്ള മെനക്കേടൽ നോക്കിയിട്ട് ഒഴിവാക്കുന്നതാണോന്ന് എനിക്ക്. പിന്നെ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് തീം എന്ത് യൂത്തിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തീം അത് എങ്ങനെ മാറിയിട്ടുണ്ടോ ഓവർ ദ ഇയേഴ്സ്? എന്തായാലും ശരി തന്നെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷന് തിയേറ്റർ എക്സ്പീരിയൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഘടകം. പറയാതിരിക്കാൻ വയ്യ. തിയേറ്ററിൽ ചെന്ന് അവർ എൻജോയ് ചെയ്യണ്ടേ. അല്ലാതെ ഒരു സീരിയൽ കാണുന്ന ലാഘവത്തോടുകൂടി ഒരു ലൈറ്റ് പടം ഇങ്ങനെ ടി വി വരുമ്പോൾ താടി കൈ കൊടുത്ത് കാണാൻ അവർക്ക് താല്പര്യമില്ല. കണ്ടന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കണ്ടന്റ് തന്നാവണം. മാറിയതല്ല, ഈ മാറ്റങ്ങൾ ഓരോരുത്തരും കൊണ്ടുവരുന്നതാണ് സംഭവം. ഇവിടെ ഇങ്ങനെ ഒരു കഥ ഇല്ലായിരുന്നു, പക്ഷേ എന്നാലും ഇപ്പം തുടരും വന്നില്ലേ, ഒരു കഥ വന്നില്ല, അതിനകത്ത് വേറെ ഏതെങ്കിലും പടത്തിൻ്റെ ബന്ധമുണ്ടോ എന്നൊന്നും ആരും നോക്കുന്നില്ല. പക്ഷെ പടം വരുമ്പോൾ അവർ ആ 2.25 മണിക്കൂർ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അവർക്ക് മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോഹൻലാലിനെ എന്താ പറയുക, വളരെ നാളുകൾക്ക് ശേഷം ഒരു എന്താ പറയുക ഒരു ടാക്സി ഡ്രൈവറായിട്ട് സാധാരണക്കാരൻ, അത് അങ്ങനെയുള്ള മോഹൻലാലിന് എല്ലാവർക്കും ഇഷ്ടമാണ്. 80 വർഷത്തെ സിനിമാ ജീവിതം അത് എങ്ങനെ തിരിഞ്ഞു നോക്കുന്നു, അതിനെങ്ങനെ വിലയിരുത്തുന്നു, അതിൻ്റെ ഒരു അനുഭവം എന്താണ്? തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല, കൈവിട്ട് പോയി. കഴിഞ്ഞ 50 വർഷം ഇന്നലത്തെ പോലെ പെട്ടെന്ന് കഴിഞ്ഞു പോയി. പക്ഷേ ഇപ്പോഴത്തെ കൂട്ടൊരു ഈസി അല്ലായിരുന്നു എൻ്റെ ഒരു ഫിലിം ഇട്ടോ. ഒന്നത് എൻ്റെ കുടുംബത്തിലോ ആരെങ്കിലും കലാകാരന്മാരായിട്ടോ അല്ലെങ്കിൽ സിനിമയിലെ നാടകമോ ഒന്നുമില്ല. എൻ്റെ തന്നെ ആഗ്രഹം കൊണ്ട് ഭാഷയും വഴിയൊന്നും ഒരിടത്ത് ഞാൻ മദ്രാസിൽ ട്രെയിനിൽ ചെന്ന് ഇറങ്ങി പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർവ്യൂവിന് പോയി പരാജയപ്പെട്ട് തിരിച്ചു വന്നു. എന്നെ കണ്ട ഒരു മൊത്തം ഒരു പോഷകരക്കുറവൊക്കെ ഉള്ള വളരെ കുറവായ ഒരാളായിരുന്നു. എന്നിട്ട് ഞാൻ ധൈര്യം സംഭരിച്ച് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ അതിൽ പോയി അതിന് സെലക്ഷൻ കിട്ടി. ആദ്യത്തെ മലയാളി ആക്ടിങ് സ്റ്റുഡൻ്റായിരുന്നു. അപ്പോൾ അവരവിടെ നിന്ന് സ്ക്രിപ്റ്റൊക്കെ തരും ഈ പറഞ്ഞ മാതിരി അഭിനയിക്കാനായിട്ട്. തമിഴിൽ ഇംഗ്ലീഷിലുണ്ട്. ഞാൻ അതൊക്കെ കാണാതെ പഠിച്ചു. അപ്പം കെ ബാലചന്ദ്രനും അന്നത്തെ കാലത്തെ സിനിമയിലെ വലിയ ആക്ട്രസ്സുമാണ്, പ്രൊഡ്യൂസർ, ഡയറക്ടർ എല്ലാം എം എൻ രാജൻ. അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിട്ടുണ്ടല്ലോ രാജുവിൻ, സുധീർ കുമാർ എന്നാണ്, സുധീർ കുമാറിൻ്റെ കയ്യിൽ. അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട, ഇതേതെങ്കിലും ചെയ്തൊരു മോണോ ആക്ട് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല, അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവർ യു ആർ സെലക്ടഡ് ടു ദ സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു എന്നെ അപ്ലൈ എടുത്തു. പിറ്റേ ദിവസം ഞാൻ എൻ്റെ പ്രിൻസിപ്പളിനെ പോയി കണ്ടു. ഞാൻ സാർ ഞാൻ പ്രീഡിഗ്രി ഡിസ്കണ്ടിന്യൂ വന്നതാണ് സാർ, എങ്ങനെയെങ്കിലും. അല്ല നിങ്ങൾ ഈ പറയുന്ന കാര്യം അല്ലല്ലോ, നിങ്ങളുടെ ഫിലിം അന്നത്തെ സൈസ് വെച്ചിട്ട് 35 ഇരട്ടി വലുതായിട്ട് കാണാനില്ലേ, മൈന്യൂട്ട് എക്സ്പ്രഷൻസിൽ പോലും നമ്മൾ വാച്ച് ചെയ്യും, ആൾക്കാരും വാച്ച് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാം പറയാൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ വന്നു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് കാർഡ് വരെയാണ് സെലക്ട് ചെയ്തത്. ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. വീട്ടിൽ റെഡിയായിരുന്നോ വിടാനായിട്ട്? സിനിമ പഠിക്കാൻ പോവാന്നൊക്കെ പറയുന്നത് അന്ന് വളരെ അങ്ങനെയല്ല. ഞാൻ മോഡൽ സ്കൂൾ പഠിക്കുമ്പം 8ാം ക്ലാസ് പഠിക്കുന്ന നാടകങ്ങൾ അഭിനയിക്കുമ്പോൾ കണ്ടിന്യൂസ് 3 കൊല്ലം ബെസ്റ്റ് ആക്ടറായിരുന്നു. അവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അപ്പം ഞാൻ ഇതാണ് എൻ്റെ റൂട്ടെന്നൊക്കെ പറയും. ക്ലാസ്സിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോഴും പറയും, ഒരു എക്സാമ്പിളൊക്കെ പറയുമ്പം ഒരു കാലത്ത് ഈ ഇരിക്കുന്ന സുധീർ കുമാർ ഒരു ഫിലിം ആക്ടർ ആകുമ്പോൾ എന്നാണ് സാറ് പഠിപ്പിക്കുന്നത് തന്നെ പറയാം. അപ്പോൾ ഞാൻ അത് തന്നെ അങ്ങ് മനസ്സുകൊണ്ട് ഫിക്സ് ചെയ്തു. വീട്ടിൽ അച്ഛനൊക്കെ പറഞ്ഞത് ഇങ്ങനെ എന്താണ്, ഇവനെ കൊണ്ട് പഠിക്കാനൊന്നും കൊള്ളില്ല, ഇവനെ വല്ല LLBക്ക് അയക്കണം, മണ്ടന്മാർക്കുള്ളതാണ് LLB. അത് ഞാൻ ആലോചിച്ചു, എന്താ വെച്ചാൽ അങ്ങനെ പറയാമെന്ന് ആലോചിച്ചു. എന്തായാലും ഞാൻ അത് അവിടെ ചെയ്തു. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടി. 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അന്ന് വീട്ടിൽ നിന്ന് 100 രൂപ വരുമായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത്, മണി ഓർഡർ.
അതിൽ 1 രൂപ പോസ്റ്റ്മാന് കൊടുക്കണം, അവനാണ് കൊണ്ടുതരുന്നത്. പക്ഷേ ആ 100 രൂപയിൽ നമുക്ക് ഹോസ്റ്റൽ മദ്രാസിലെ ഏറ്റവും നല്ല ഹോസ്റ്റലാണ്. ഒരു മുറിയിൽ 3 പേരാണ്. അവർക്കെല്ലാം എന്താ പറയുക, എല്ലാവർക്കും ഷെൽഫ്, കോട്ട്, അത് ഇത് എല്ലാം ഉണ്ട്. ബെസ്റ്റ് ഹോസ്പിറ്റലാണ്. ഫുഡും അതും ഇതും എല്ലാം ചേർത്ത് അതും കഴിക്കും. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം പേസ്റ്റ്, സോപ്പ് ഒക്കെ വാങ്ങിക്കാനുള്ള പൈസ ഈ 100 രൂപയിൽ തികയുമായിരുന്നു സംഭവം. അതാണ് അന്നത്തെ 100-ൻ്റെ ഒരു വില. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ചാൻസ് അന്വേഷിക്കാൻ വേണ്ടി കോടമ്പാക്കത്ത് വന്നിട്ട് ഉമാലാഴ്ചയിലൊരു മുറി എടുക്കുന്നുണ്ട്. ഒരു 3ാമത്തെ നിലയാണ്, ആസ്ബറ്റോസാണ്. അത് നമുക്ക് ഇങ്ങനെ അതുപോലെ നിന്നോണ്ട് തൊടാം, ഭയങ്കര ചൂടാണ്. ഒരു മുറിയിൽ 2 പേരാണ്, ഒരാളും വേറൊരാളും. 45 രൂപയാണ് മന്ത്ലി റെൻ്റൊക്കെ. അപ്പോൾ ഓപ്പോസിറ്റ് റൂമിൽ കൊച്ചിൻ ഇനീഫുണ്ട്, ജോർജ് ജോസഫ് ഉണ്ട്, ഇടയ്ക്ക് കമ്മൽ വന്നു. അങ്ങനെ മുമ്പ് പപ്പുവട്ടനൊക്കെ അവിടെ താഴെ താമസിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ താമസിച്ചാണ് ചാൻസിന് വേണ്ടി നടക്കുന്നത്. എൻ്റെ കൂടെ പഠിച്ചാണ് മല്ലിക, എന്നെക്കാളും 1 വയസ്സിന് മൂത്തതാണെങ്കിലും ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ് മോഡൽ സ്കൂളിൽ. മല്ലികയെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, ശ്രീകുമാരൻ നമ്പി സാറ് കണ്ടിന്യൂസ് ഫോട്ടോ എടുക്കാൻ ഒന്ന് പോയി കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ശ്രീകുമാരൻ നമ്പി സാറിന് എൻ്റെ ആൽബമൊക്കെ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയിച്ച ഡിപ്ലോമ ഫിലിംസ്, സോങ് പിക്ചറൈസേഷൻ, അതെല്ലാം ആയിട്ട് പോയി കണ്ടു. തമ്പി സാർ പറഞ്ഞു, തൻ്റെ വീട്ടിൽ കണ്ണാടിയില്ലേ, താൻ തന്നെ കണ്ടിട്ടില്ലേ, ഈ സിനിമയിൽ തനിക്കൊരു ചുക്കും ആവാൻ പറ്റില്ല, ഈ സിനിമയിൽ തനിക്കൊരു പുണ്ണാക്കം ചെയ്യാൻ പറ്റില്ല, ഇവിടെ അടൂർ ബാസിയും പ്രേം നസീറും എല്ലാം ഉള്ള അടുത്ത് ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇയാൾ ഇത്രയും 2 കൊല്ലം അച്ഛനും അമ്മയും ദ്രോഹിച്ചില്ലേ, ഇന്ന് വൈകുന്നേരത്തെ ട്രിവാൻഡ്രം വഴി നാട്ടിൽ പൊക്കോളൂ. അങ്ങനെ ഞാൻ ആൽബമൊക്കെ തൂക്കി. മല്ലിക പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഈ അകത്ത് കയറി ഇരിക്കാൻ പറ്റുക. മല്ലിക അവർ തമ്മിലൊക്കെ അടുപ്പമുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ ആൽബമൊക്കെ ആയിട്ട് വെളിയിലിറങ്ങി. അത് കഴിഞ്ഞാൽ ഇയാളുടെ നമ്പറും തന്നേക്കും, തൻ്റെ നമ്പർ എത്ര? ഞാൻ പറഞ്ഞു ഉമാലാജിലെ നമ്പർ കൊടുത്തത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഹോട്ടലിൽ ഫോൺ വന്നു, ഞാൻ തമ്പിയാണ്, അന്നും ഇന്നൊക്കെ അങ്ങനെ വിളിക്കും, ഞാൻ തമ്പിയാണ്, നാളെ ഷൂട്ടിംഗ് ഉണ്ട് എൻ്റെ മോഹിനിയായിട്ട്. ആ ഇൻഷൂട്ടിൽ പഠിച്ചുകൊണ്ട് നായകനൊന്നും അല്ല, ഇതിനകത്തൊരു സീനുകളിൽ അത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ ചെയ്യാം സാർ എന്നാണ്. അങ്ങനെയാണ് ഞാൻ ആ സിനിമ അഭിനയിക്കാൻ പോകുന്നത്.